എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പാളയം മാർക്കറ്റിൽ കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇല്ലീഗൽ എൻക്രോച്ച്മെൻറ്റുകളൊക്കെ അനധികൃതമായ കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കോർപ്പറേഷൻ്റെ അനുമതി ഇല്ലാതെ കെട്ടിപ്പൊക്കിയ പല സ്ഥാപനങ്ങളും കടകളൊക്കെ ഇടിച്ചു നിരത്തിയാണ്, ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയാണ്. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇത് വാർത്തയാക്കിയില്ല? അതായത് ഉത്തർപ്രദേശിലും ബംഗാളിലും അസമിലും മധ്യപ്രദേശിലുമൊക്കെ അവിടുത്തെ മുഖ്യമന്ത്രിമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമാനമായ ബുൾഡോസർ രാജാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. അതായത് BJP ആർക്കെങ്കിലും, അതായത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ, മുസ്ലിമുകൾക്കെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ചന്ദ്രഹാസം മുഴക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ ഒരക്ഷരം മിണ്ടുന്നില്ല. അതായത് മനോരമയിലെ ഷാനി പ്രഭാകരനും എന്തിന് മീഡിയ വണ്ണിലെ അടുപ്പുകൂട്ടി ചർച്ചക്കാർ പോലും ഇതിനെതിരെ ഒരക്ഷരം പ്രതികരിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് അതിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവും. അതായത് അവിടുത്തെ ജനങ്ങളെന്ന് വെച്ചാൽ അവിടുത്തെ വർഷങ്ങളായിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കറിയാം. അവിടെ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അവർക്കറിയാം ആരാണ് ഇല്ലീഗൽ എൻക്രോച്ച്മെൻറ്റ് നടത്തുന്നത്, അനധികൃതമായ കയ്യേറ്റം നടത്തിയത് ആരാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ സർക്കാരിനെ, അതായത് കോർപ്പറേഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള. അതായത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് 10-25 വർഷം ഭരിച്ചത് CPM ആണ്. അപ്പോൾ ഇവരുടെ തണലിൽ കുറേ ആൾക്കാർ അവിടുത്തെ കോർപ്പറേഷൻ്റെ പല ഭൂമികളും കയ്യേറി പല കടകളും നിർമ്മിച്ച്, അതായത് സർക്കാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ആ പ്രോട്ടോക്കോളൊക്കെ പാലിക്കാതെ പല കടകളും കഴിഞ്ഞ 10-25 വർഷമായിട്ട് പല ബിൽഡിങ്ങുകളും അവിടെ വന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷൻ ക്ലീൻ ആക്കുകയാണ്. മേയർ വി രാജേഷ് തന്നെ എല്ലാ സ്പോട്ടിലും ചെന്നിട്ട് ഓരോരോ ആൾക്കാരെയും കണ്ടിട്ട് എങ്ങനെയാണ് അവിടുത്തെ വർഷങ്ങളായിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരായിട്ട് സംസാരിച്ച് ആരൊക്കെയാണ് പുതുതായിട്ട് വന്ന് ഇല്ലീഗൽ എൻക്രോച്ച്മെൻറ്റ് ചെയ്ത് ആരൊക്കെയാണെന്ന് അവരായിട്ട് നേരിട്ട് സംസാരിച്ച് അവരെല്ലാം കൂടി അവരുടെ പരാതി സ്വീകരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണും. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഒരക്ഷരം ഇതിനെതിരെ പറഞ്ഞില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്നത് മുസ്ലിംസാണ്. ആ മുസ്ലിംസിനെ, അവിടെ കച്ചവടം ചെയ്യുന്ന മുസ്ലിംസിന് പോലും ഇത്തരത്തിലുള്ള മറ്റുള്ള മുസ്ലിംസിൽ വന്നിട്ട് വലിയ രീതിയിലുള്ള പാര വെക്കുകയാണ്. അതായത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന തരത്തിലാണ് കാര്യങ്ങൾ പ്രതികരിക്കുന്നത്. അപ്പോൾ ഇത് ഒറ്റക്കെട്ടായിട്ട് ഇവിടുത്തെ ജനങ്ങൾ, അവിടെ വർഷങ്ങളായിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതിന് അനുകൂലമായിട്ട്, അതായത് കോർപ്പറേഷൻ ചെയ്യുന്ന ഈ നടപടിക്ക് അനുകൂലമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവിടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അതായത് വലിയ രീതിയിൽ ബഹളം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഗുരുതരമായ വിഷയം എന്താണെന്നറിയാം? അതായത് വൻ സ്രാവുകൾ പുറത്തു വരും ഇനിയും അവിടെ. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒച്ച വെച്ച് കഴിഞ്ഞാൽ ഇതിലും വലിയ തിമിംഗലങ്ങൾ പുറത്തു വരുന്നില്ല കാര്യം നന്നായിട്ട് അവർക്കറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കഴിഞ്ഞ 10-25 വർഷമായിട്ട്, അതായത് VC പെൺകുട്ടിയും VK പ്രശാന്ത് ഈ CPM അവിടെ ഭരിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് ഇല്ലീഗൽ എൻക്രോച്ച്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടും അനധികൃതമായ കെട്ടിടങ്ങൾക്ക് അനുമതി നൽകിയിട്ടും കോടികൾ സമ്പാദിച്ച ആൾക്കാരാണ് VC പെൺകുട്ടിയും ഈ VK പ്രശാന്തും ഉൾപ്പെടുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ അവരുടെ പ്രസ്ഥാനം CPM തന്നെ കോടികൾ കൈപ്പറ്റിയിട്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു അക്ഷരം മിണ്ടാത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങൾക്കൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ മിക്കവാറും CPMൻ്റെ അടിമകളാണ്. പല ആൾക്കാർക്കും, അതായത് കഴിഞ്ഞ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ 10 വർഷം കാലത്ത് നല്ല രീതിയിൽ ഊട്ടിയിട്ടുണ്ട് ഈ ഇത്തരത്തിലെ ആൾക്കാരെ. അപ്പോൾ പെട്ടെന്ന് അവർക്ക് മാറ്റാൻ പറ്റില്ല. അതായത് അങ്ങനെ പറഞ്ഞ് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് കണ്ടാണ് ഒരക്ഷരം മിണ്ടാത്തത്. അപ്പോൾ ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കാര്യം, ഇവിടെ ഇപ്പോൾ ഉത്തർപ്രദേശിലും, ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തർപ്രദേശിലും അസമിലായാലും രാജസ്ഥാനായാലും ഗുജറാത്തിലായാലും ഇങ്ങനെ ബുൾഡോസർ നടപടി ഇങ്ങനെ വാർത്തകളൊക്കെ വരും. അപ്പോൾ വലിയ രീതിയിൽ അതിനെ വളച്ചൊടിച്ച് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു നടപടിയാണ് ഇവിടങ്ങളൊക്കെ ഭരിക്കുന്ന BJP സർക്കാർ മുസ്ലിങ്ങളെ വേട്ടയാടുന്നു, മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് മുസ്ലിങ്ങളെ കടമാത്രം പൊളിച്ചു കളയുന്നു എന്നൊക്കെയാണ് UP നിന്ന് വരുന്ന വാർത്തകൾ. അത്തരത്തിലൊക്കെ അങ്ങനെയാണ്, ആ ഒരു ആംഗിളിലാണ് ഇവരിവിടെ ചർച്ച നടത്തുന്നത്, വാർത്തകളൊക്കെ കൊടുക്കുന്നത്. ഇപ്പം മനസ്സിലായില്ല എന്താ സംഭവം? അതായത് സർക്കാരിൻ്റെ ഭൂമി ആര് കയ്യേറി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ഉടൻ ഒഴിപ്പിക്കണമെന്ന്, അവിടുത്തെ എല്ലാ കാര്യങ്ങളും പൊളിച്ചു കളയണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ കേസുമായിട്ട് ഒരു സ്ഥലത്തും ചെല്ലാൻ പറ്റില്ല. ഇല്ലീഗലായിട്ട് എന്ത് പ്രശ്നം സർക്കാർ ഭൂമിയിൽ നടത്തിയിട്ടുണ്ടെങ്കിലും അത് പൊളിച്ചു കളയാനുള്ള അത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ കേരളത്തിലെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ത് നടന്നു കഴിഞ്ഞാലും അത് വലിയ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്ത് മിസ്കോട്ട് ചെയ്തിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വാർത്തകൾ അവതരിപ്പിക്കുന്ന കേരള മാപ്രകൾ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് പാളയം മാർക്കറ്റിൽ അവരുടെ മൂക്കിൻ്റെ താഴത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല? ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളത് കാരണം നമ്മളെല്ലാം വ്യക്തമായിട്ട് അറിയുന്നു. കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ്റെ അതായത് അവിടുത്തെ ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിക്കുന്ന ഒരു ലേഡിയാണ്, ഒരു മുസ്ലിം ലേഡി ഉണ്ടായിരുന്നു, അവിടുത്തെ മെമ്പറാണ്. ആ മെമ്പറാണ് എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചെന്നിട്ട് അവിടുത്തെ പല കാര്യങ്ങളും, അതായത് മുമ്പത്തെ സർക്കാർ ചെയ്യാൻ പറ്റാത്ത, അതായത് ഫെയിൽഡായ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ CPMൻ്റെ മെമ്പറാണ്, മുസ്ലിമായ ഒരു ലേഡിയാണ്. അപ്പോൾ അവരാണ് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് CPM എങ്ങനെയാണോ, അതായത്
അവിടെ കൊള്ളയടിച്ച് പല ആൾക്കാർക്കും കൊള്ളയടിക്കാൻ എഴുതി കൊടുക്കുകയാണ്. പക്ഷേ ഇവർക്ക് ഒരാവശ്യം, ഇവർക്ക് കാശ് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ അതെല്ലാം ഈ വി രാജേഷ് എന്ന മേയർ എല്ലാം കണ്ടുപിടിച്ച് അവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ട് കൂടിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒരക്ഷരം പോലും ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരാൾക്കും പറ്റില്ല. അവർക്കറിയാം അവർ ചെയ്തത് 100% നിയമവിരുദ്ധമാണ്. അപ്പോൾ നിയമവിരുദ്ധമായി എന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ കൈയോടെ പൊക്കാനും അത് ഇടിച്ചു കളയാനുമുള്ള ഒരു അധികാരം കോർപ്പറേഷന് ഉണ്ട് എന്നുള്ള അത് നന്നായിട്ടുള്ള ബോധ്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വി രാജേഷ് അവിടെ വലിയൊരു ബിൽഡിംഗ്, അത് ഏകദേശം 4-5-6 നിലയിലെ ബിൽഡിംഗ്, നല്ല നീണ്ടു കിടക്കുന്ന ഏകദേശം 10-200ഓളം റൂമുകളുള്ള വലിയ നീണ്ടു കിടക്കുന്ന റൂം പോയിട്ട് എല്ലാ പ്രോട്ടോക്കോളും, അതായത് ഒരു ഇത്തരത്തിലുള്ള നല്ല ഹൈലി ഡെൻസായ ആൾക്കാർ വ്യവസായം ചെയ്യുന്ന, അതായത് കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലത്ത് അനുമതി കിട്ടണമെങ്കിൽ ചില പ്രോട്ടോക്കോൾ പാലിക്കണം ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നതിന്. അതായത് പ്രോപ്പർ വെന്റിലേഷൻ വേണം, പ്രോപ്പർ എയർ സർക്കുലേഷനിൽ ഇതൊക്കെ വേണം, പെട്ടെന്ന് എന്തെങ്കിലും ഫയർ തീ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അണയ്ക്കാനുള്ള സെറ്റപ്പുകളൊക്കെ വേണം. അത്തരത്തിൽ ഒരു സംവിധാനങ്ങളും ഇല്ലാതെയാണ് പല കെട്ടിടങ്ങൾക്കും അനുമതി നൽകിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ലൈസൻസൊക്കെ ക്യാൻസലായിരിക്കുകയാണ്. നാളെ തന്നെ എല്ലാവരും പുറത്തിറങ്ങേണ്ട അവസ്ഥയാണ്. അതൊന്നും ആർക്കൊന്നും പറയാനില്ല. അതായത് ഇത്തരത്തിലെ കടകളിൽ കച്ചവടം നടത്തുന്ന ആൾക്കാർക്ക് പോലും പരാതിപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ്. പരാതിപ്പെട്ടിട്ടും കാര്യമില്ല, ഒരു സുപ്രഭാതത്തിൽ പരാതിപ്പെട്ടിട്ടും കാര്യമില്ല. നിയമമാണ്, നിയമം. അതായത് നാളെ ഒരു അപകടം ഉണ്ടായിട്ട് നമുക്കറിയാം മിഠായി തെരുവിലൊക്കെ വർഷങ്ങളായിട്ട് ഇങ്ങനെ തീപിടുത്തൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അപകടം ഉണ്ടായിട്ട് അത് നമ്മൾ രോഗം വന്നിട്ട് ചികിത്സ ചെയ്യുന്നതിന് പകരം വരാതിരിക്കാനുള്ള ശ്രദ്ധിക്കുകയല്ലേ വേണ്ടത്. അതല്ലേ നല്ലൊരു മര്യാദ. അപ്പോൾ ഈ മാപ്രകൾക്ക് ഇപ്പോൾ മനസ്സിലായില്ല ഇവരുടെ തനിനിറം എന്താണെന്ന്. ഇവരുടെ മുന്നിലാണ് ഹിമന്ത വിശ്വശർമ്മ ചെയ്യുന്ന പോലെയും യോഗി ആദിത്യനാഥ് ചെയ്യുന്ന പോലും മധ്യപ്രദേശിലെ മോഹൻ യാദവ് ചെയ്യുന്ന പോലെയുള്ള ബുൾഡോസർ നടപടിയാണ് ഇവിടെ ഉണ്ടായത്. അതുക്കും മേലെയാണ് ഇവിടെ ഉണ്ടായത്. അതായത് അവർ ചെയ്യുന്നതിന് അപ്പുറത്തെ കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായത്. പക്ഷേ ഇവർക്കൊരു അക്ഷരം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ സത്യാവസ്ഥ ഇതാണ്. ജനങ്ങൾ ഇത് കേൾക്കുന്ന വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവണം. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും അതത് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച് പോകുന്ന ഈ ഒരു നടപടിയുണ്ടല്ലോ, അത് അവിടുത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് ആരെങ്കിലും സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിപ്പിക്കലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും ആരായാലും സർക്കാർ ഒഴിപ്പിച്ചിരിക്കും. അപ്പോൾ കൂടുതലും കയ്യേറിയത് മുസ്ലിമാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ ഇരവാദം മുഴക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവിടെ തന്നെ കാണുന്ന കൂടുതലും ഒഴിപ്പിച്ചത് മുസ്ലിംസാണ് കയ്യേറിയത്. അത്തരത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവർക്കെതിരെ രംഗത്ത് വന്നതും ഈ മേയർക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നതും മുസ്ലിംസ് തന്നെയാണ്. അവർക്കറിയാം കാര്യങ്ങൾ എന്താണ് സത്യാവസ്ഥ. അപ്പോൾ ഇത്തരത്തിലുള്ള സത്യാവസ്ഥ മറ്റ് സംസ്ഥാനങ്ങൾ നടക്കുമ്പോൾ അതിന് ദുർവ്യാഖ്യാനം ചെയ്ത് ഇവിടെ മസാലകളും ഇതൊക്കെ ചേർത്തിട്ട് ജനങ്ങളുടെ മുമ്പിൽ, അതായത് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിനിടയിൽ ഭീതി പരത്താനും അതായത് വലിയ രീതിയിലുള്ള കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ടാക്കാനാണ് കേരളത്തിലെ മാപ്രകൾ ശ്രമിക്കുന്നത്. അത് ഇനിയെങ്കിലും ഇവിടുത്തെ പൊതുസമൂഹം തിരിച്ചറിയണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവരുടെ കൺമുന്നിൽ മൂക്കിന് മുമ്പത്ത് താഴെ നടന്ന ഈ പ്രവൃത്തി അതുകൊണ്ടാണ് അത് റിപ്പോർട്ട് ചെയ്യാൻ അവർ ഭയപ്പെടുന്നത്. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.